ഡേറ്റ അനലിറ്റിക്സ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കരിയർ ഫീൽഡാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും റെസ്യൂമേയിൽ ഉൾപ്പെടുത്തുന്നത് ടൈറ്റാനിക് സർവൈവൽ അല്ലെങ്കിൽ ഹൗസ് പ്രൈസ് പ്രെഡിക്ഷൻ പോലുള്ള സാധാരണ പ്രോജക്ട്സ് ആണ്. ഇന്ന് നമുക്ക് ചുറ്റും എല്ലാവരും ഇതേ പ്രോജക്ട്സ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂവിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ റെസ്യൂമേക്ക് വലിയ വാല്യൂ തരുന്ന വ്യത്യസ്തമായിട്ടുള്ള 4 ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള പ്രോജക്ട് ഐഡിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് ഡേറ്റ കളക്ഷൻ ഫ്രം യൂട്യൂബ് ആൻഡ് അനാലിസിസ് എന്നുള്ളത്. വെറുതെ ഒരു ഡേറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്തതിന് പകരം ലൈവ് ആയിട്ട് ഡേറ്റയിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ഈ പ്രോജക്റ്റ് നമ്മളെ സഹായിക്കും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് API ഉപയോഗിച്ച് ലൈവ് ഡേറ്റ കളക്ട് ചെയ്യുക. ആൻഡ് ദെൻ വീഡിയോ സ്റ്റാറ്റസ്, കമന്റ്സ്, ലൈക്സ് ഇതൊക്കെ കളക്ട് ചെയ്യുക. ആൻഡ് ദെൻ ഇവിടെ വരുന്ന മറ്റൊരു കാര്യമാണ് ടൈം സീരീസ് ട്രാക്കിംഗ്. അതായത് സമയത്തിനനുസരിച്ച് എങ്ങനെയാണ് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുന്നത് എന്നുള്ളത് കണ്ടെത്തുക. സോ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് API ഇന്റഗ്രേഷൻ, ഡേറ്റ ക്ലീനിങ് തുടങ്ങിയ ടെക്നിക്കൽ സ്കില്ലുകൾ ഉണ്ടെന്ന് തെളിയിക്കാനും സാധിക്കും. രണ്ടാമത്തെ ഒരു ബിസിനസ് ഇന്റലിജൻസ് പ്രോജക്റ്റ് ആണ് അനലൈസിംഗ് ദ മാർക്കറ്റ് സൈസ് ഓഫ് എ പ്രോഡക്റ്റ്. സോ ഏതൊരു കമ്പനിയും ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുൻപായിട്ട് ആ മാർക്കറ്റിന്റെ വലിപ്പം എത്രയാണ് എന്നുള്ളത് നോക്കും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അല്ലെങ്കിൽ ബോട്ടം അപ്പ് മോഡൽസ് ഉപയോഗിച്ച് മാർക്കറ്റ് സൈസിങ് നടത്തുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ എതിരാളികൾ ആരൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക. ദാറ്റ് ഈസ് കോമ്പറ്റീറ്റീവ് ബെഞ്ച് മാർക്കിംഗ്. ഒരു ഡേറ്റ അനലിസ്റ്റ് വെറും കോഡിംഗ് മാത്രമല്ല ചെയ്യുന്നത്, ബിസിനസ് കാര്യങ്ങളും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവര് ചിന്തിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇത് പ്രോജക്റ്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും. മൂന്നാമത്തെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. ദാറ്റ് ഈസ് ഒപ്റ്റിമൈസിങ് ദി പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു സാധനത്തിന് എത്ര വിലയിട്ടാൽ കൂടുതൽ ലാഭം കിട്ടുമെന്ന് കണ്ടെത്തി നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഗ്രഷൻ അനാലിസിസ്. ദാറ്റ് ഈസ് വില മാറുമ്പോൾ ഡിമാൻഡ് എങ്ങനെ മാറുന്നു, അതിനാണ് നമ്മൾ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ഇത് കണ്ടെത്താൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ദെൻ പിന്നീട് വരുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ ആണ്. വ്യത്യസ്ത തരം കസ്റ്റമേഴ്സ് ഓരോ വിലയോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതൊരു മനോഹരമായിട്ടുള്ള ഡേറ്റ സയൻസ് പ്രോജക്റ്റ് ആണ്. ഇത് കമ്പനികൾ നേരിട്ട് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നാലാമത്തെ പ്രോജക്റ്റ് ആണ് ഫിനാൻസ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. ദാറ്റ് ഈസ് ബിൽഡിംഗ് എ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സോ ഒരു ഫിനാൻഷ്യൽ ഡേറ്റ അനലിസ്റ്റായി നിങ്ങൾ ഇവിടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ NAV അനലൈസ് ചെയ്യുക. ആൻഡ് ദെൻ റിസ്ക് അനാലിസിസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ, ബീറ്റ തുടങ്ങിയ ഒരുപാട് മെട്രിക്സ് ഉപയോഗിച്ച് റിസ്ക് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ കമ്പനികളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. സോ ഈ 4 പ്രോജക്റ്റുകളും 4 വ്യത്യസ്ത സ്കില്ലുകൾ കവർ ചെയ്യുന്ന പ്രോജക്ട്സ് ആണ്. API ഹാൻഡ്ലിംഗ് മുതൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് വരെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പ്രോജക്ട്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലും റെസ്യൂമയിലും ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാരിഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സോ ഇത് നമുക്ക് ഒരു ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ജോബ് റോൾസിലേക്ക് പോകാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ പ്രോജക്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.